ആലപ്പുഴ ചേർത്തലയിലെ നവജാത ശിശുവിന്റെ കൊലപാതക വിവരം പുറംലോകമറിഞ്ഞതിൽ നിർണായകമായത് ആശാവർക്കറായിട്ടുള്ള ത്രിപുരേശ്വരിയുടെ ഇടപെടലായിരുന്നു. ത്രിപുരേശ്വരി ഈ കുഞ്ഞിന്റെ ആരോഗ്യ വിവരം അന്വേഷിക്കാൻ ആ വീട്ടിലെത്തിയപ്പോഴാണ് കുഞ്ഞിനെ കാണാനില്ല എന്നും പിന്നീട് പോലീസ് ഇടപെട്ട് ഇതൊരു കൊലപാതകമായിരുന്നു എന്നുമുള്ള വിവരം പുറത്തുവരുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ത്രിപുരേശ്വരി ചേരുന്നുണ്ട്. ചേച്ചിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം ഇടപെട്ട ഒരാള്. ഇന്നലെ വീട്ടിൽ പോയപ്പോൾ എന്തായിരുന്നു ഈ പറയുന്ന കുഞ്ഞിന്റെ അമ്മയായ ആശയുടെയും കുടുംബത്തിന്റെയും പ്രതികരണം? ആശ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉണ്ടായിരുന്ന ഒരു മൂത്തമ്മ ഉണ്ടായിരുന്നു. അവർക്ക് ചെവിയൊന്നും കേൾക്കില്ല, പ്രായമുള്ള ഒരു അമ്മേനുണ്ടായിരുന്നു. അപ്പൊ ഈ ആശയുമായിട്ടാണ് ഞാനും സിസ്റ്ററും കൂടി പോയി സംസാരിച്ചത്. ഞാൻ ഒറ്റക്കല്ല പോയത്, സിസ്റ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവള് കുഞ്ഞിനെ വേറൊരാൾക്ക് വളർത്താൻ വേണ്ടി കൈമാറ്റം ചെയ്തു എന്നാ പറഞ്ഞത്. അപ്പൊ ഞാനും സിസ്റ്ററും പറഞ്ഞ് അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല. പിന്നെ നിങ്ങൾ വളർത്താൻ കൊടുത്തതല്ലേ, പിന്നെ ഇവിടെ ആരെങ്കിലും തിരക്കി വന്നാലും നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്ക് വളർത്താൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് നിങ്ങൾ കൈമാറിയെന്ന് അവരോട് പറഞ്ഞാൽ മതി. അപ്പൊ വലിയ കേസൊന്നിലോട്ടൊന്നും പോവുകയില്ലായിരിക്കും എന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞിട്ട് ഞങ്ങൾ അന്നേരം തന്നെ പോരുകയും ചെയ്തു. അന്നേരം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇവള് കുളിച്ചിട്ടുമില്ല, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ് പറഞ്ഞത്, കൈമാറ്റം ചെയ്യേണ്ടിയില്ലായിരുന്നു, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒത്തിരി കരയൊക്കെ ചെയ്തു. അപ്പോഴും ഇവൾ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഈ ആശ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ബന്ധപ്പെട്ടിരുന്നു? എന്നെ വിളിച്ചായിരുന്നു. ആശുപത്രി പിന്നെ പ്രസവത്തിന് മുമ്പ് വിളിച്ചിട്ടില്ല, പ്രസവിച്ച് കഴിഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ഈ റിപ്പോർട്ട് എന്താണ് പറയുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞത് ഞാനിങ്ങനെ പ്രസവിച്ച് ഇതിന്റെ ഡിസ്ചാർജ് സമ്മർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഇനി ഉപദ്രവിക്കരുത്, ശല്യപ്പെടുത്തരുത്, അത് ഞാൻ അയച്ചു തന്നേക്കാന്ന് പറഞ്ഞു. അപ്പൊ 28-ാം തീയതിയാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയണത്. ഇന്ന് ഞാൻ ചിലപ്പോൾ അവിടുന്ന് ഡിസ്ചാർജ് ആകുമെന്ന് പറഞ്ഞു. പക്ഷെ പൈസ അവിടെ ബില്ലടക്കാനായിട്ട് ഇല്ലായിരുന്നതുകൊണ്ട് അന്ന് ഇവര് പോകുന്നില്ല. പിന്നെ ഈ 29-ാം തീയതിയായിട്ടാണ് ആശുപത്രിയിൽ നിന്ന് പോകുന്നത്. വീട്ടിലിപ്പോ ഈ സമ്മറി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഒരു ആശാ വർക്കറോട് പറയണമെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ നേരത്തെ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും, എനിക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും അവർ സംസാരിച്ചിട്ടില്ല നമ്മളോട് അങ്ങനെ. പക്ഷെ എനിക്കതൊരു സംശയമേ ആദ്യം തൊട്ടുണ്ടായിരുന്ന, കാരണം ഈ ഇപ്പൊ പറയണതല്ല പിന്നെ പറയണത്, അങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കൊരു സംശയം ഉണ്ടായതുകൊണ്ട് ഞാൻ ഇവിടെ നിരീക്ഷിച്ചോണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞതിൽ വൈരുദ്ധ്യം തോന്നിയിരുന്നോ? അങ്ങനെയല്ല, കുഞ്ഞുമായിട്ടുള്ള ആ ഒരു ഇതിലല്ല. ഈ പിന്നെ എന്തോ ആദ്യം തുടക്കം തൊട്ടേ നുണയാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടൊരു സംശയം ഉണ്ടായതുകൊണ്ട് എന്റെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞായിരുന്നു ഇവളെ നിരീക്ഷിച്ചോണ്ടിരിക്കണം, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാകും, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അന്നോട്ടെ ഇത് തുടക്കം മുതലേ ഞാൻ അവിടെ പോകുമായിരുന്നു. പിന്നീട് ഒരു പ്രാവശ്യം ചെന്നപ്പോൾ ഇവളെ എന്നോട് ഭയങ്കര റാഷായിട്ട് സംസാരിച്ച്, നിങ്ങൾ ഇനി ഇവിടെ വരരുത്, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ആത്മഹത്യ ചെയ്യും, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ പേരെഴുതി വെച്ചിട്ടേ ഞാൻ ആത്മഹത്യ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനായിട്ടൊരു ജീവിതം ഇല്ലാതെ കണ്ടല്ലാന്ന് ഓർത്ത് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല. പക്ഷെ ഇവളെ ഞാൻ എപ്പോഴും നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരുത്തരോട് വിവരങ്ങൾ ഞാൻ ശേഖരിച്ച്. അപ്പോഴാണ് ഇവള് 24-ാം തീയതി ഓട്ടോയ്ക്ക് ഒറ്റക്കാണ് പോയതെന്ന് ഞാൻ അറിയുന്നു, ആശുപത്രിയിലേക്ക് പോയത്. ഈ ആശയുടെ ഭർത്താവ് ഏതെങ്കിലും രീതിയിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോഴൊക്കെ ഇവൻ പറഞ്ഞത് പിന്നെ അവള് ഗർഭിണിയൊന്നുമല്ല, ചേച്ചി വെറുതെ അനാവശ്യം പറഞ്ഞു ഉണ്ടാക്കണ്ട, ഗർഭിണിയൊന്നും അല്ലെന്നാണ് എന്നോട് പറഞ്ഞത്. അവളുടെ വയറ്റിൽ വെള്ളമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ പരുവുണ്ടായിരുന്നു, അത് പൊട്ടിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൻ പറഞ്ഞത്. അതായത് ഈ ആശയുടെ ഭർത്താവായിട്ടുള്ള മനോജും ഈ ഗർഭിണിയാണെന്നുള്ള വിവരം മറച്ചു വെക്കുക തന്നെയാണ് ചെയ്തത്? വെക്കുകയാണ് ചെയ്തത്. എന്നോട് പറഞ്ഞില്ല, അവൾ ഗർഭിണിയാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ എടുത്തു ചോദിച്ചു, ആശ ഗർഭിണിയാണ്, എനിക്ക് അങ്ങനെ തോന്നിയത് കൊണ്ട് ഞാൻ ചോദിക്കണമെന്ന് പറഞ്ഞു. ഇല്ല, ഗർഭിണിയൊന്നും അല്ല, അത് അവൾക്ക് വെള്ളം കെട്ടിക്കിടക്കുകയാണ്, അല്ലാതെ വേറെ ഇതൊന്നുമില്ല, പ്രഗ്നന്റ് ഒന്നും അല്ല, അതെനിക്ക് ഉറപ്പാണെന്ന് എന്നോട് പറഞ്ഞു. ഇന്നലെ ഈ സംശയം തോന്നിയ ശേഷം ചേച്ചി ആദ്യം എന്താണ് ചെയ്തത്? വാർഡ് മെമ്പറെ വിവരം അറിയിക്കുകയാണോ? വാർഡ് മെമ്പറെ വിവരം അറിയിച്ചായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചായിരുന്നു, നമുക്കെന്നാ 3 പേർക്കും കൂടി അവിടെ ഒന്ന് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് മെമ്പർ വിളിച്ചു. അപ്പൊ ഇന്നലെ ഞങ്ങളുടെ റിപ്പോർട്ടിന്റെ ദിവസമായതുകൊണ്ട് പിന്നെ ഇവിടെ ആരുമില്ലാന്ന്, കുഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഞാൻ ഇച്ചിരി താമസിക്കുമ്പോൾ റിപ്പോർട്ട് തരാൻ, ഞാൻ വരാൻ കേട്ടാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആ ചേച്ചി വന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സിസ്റ്ററിനോട് സംസാരിച്ചാണ്, ചേച്ചി ഇങ്ങനെയൊക്കെയാണ് സിസ്റ്ററെ കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് അപ്പൊ ആ റിപ്പോർട്ട് ഞാൻ സിസ്റ്ററിന് അയച്ചു കൊടുത്തു. അപ്പൊ ഇന്ന പോലെ കാര്യമൊന്നും പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞാൽ എന്നാൽ നമുക്ക് 2 പേർക്കും കൂടി പോകാമെന്നും പറഞ്ഞാണ് ഞങ്ങൾ 2 പേരും കൂടി അവിടെ ചെല്ലണം. ചെന്നപ്പോഴേക്കും ഇങ്ങനെ ഒരു ഇത് ചെയ്യുമെന്ന് ഓർത്തില്ല, ഒരിക്കലും ഓർത്തില്ല. എന്തായാലും ഈ കുഞ്ഞിന്റെ ആദ്യം ഒരു തിരോധാനം എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. പിന്നീട് ഇത് കൊലപാതകമാണ് എന്ന വിവരമെല്ലാം പുറത്തുവരുന്നതിലേക്ക് നയിച്ചത് എന്തായാലും ആശാവർക്കറായിട്ടുള്ള ത്രിപുരേശ്വരിയുടെ ഇടപെടലാണ്. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ഇന്ന് പുറത്തുവരേണ്ടതുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് എസ് സജിത്തിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.